ആർ എസ് എസ് പരാജയം സമ്മതിക്കുന്നൊരു സംഘടനയാണ്. തെറ്റുതിരുത്തും അല്ലേ? അപ്പോൾ നമ്മളുടെ ഒരു യോഗം, ഒരു പരിപാടി എന്തെങ്കിലും അത് പരാജയപ്പെട്ടാൽ ആർ എസ് എസ്സുകാർ ഇരുന്നിട്ട് അത് പരാജയപ്പെട്ടു എന്ന് ആദ്യം സമ്മതിക്കുകയും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും. അത് ടോപ്പ് ടു ബോട്ടം എല്ലാവരും അത് അറിയും, അത് സമ്മതിക്കും. അത് നമ്മുടെ പരിപാടി ആകെ പ്രശ്നമായി പോയല്ലോ, അതെ അത് പ്രശ്നമായി പോയി, നമ്മളെ മറ്റന്നാളെ കൂടുന്നുണ്ട്, അതിന് എന്താ അതിന് പരിഹാരം, അടുത്ത തവണ എങ്ങനെ അത് ഭംഗിയാക്കാം. ഓക്കെ. അപ്പോൾ അതിന് ഒരു ബേസിക് ഗൈഡ് ലൈൻ ആർ എസ് എസ് സർസംഘചാലകനായിരുന്ന ദേവറസ്ജി, മധുകർ ദത്താത്രേയ ബാലാസാഹിബ് ദേവറസ്, അദ്ദേഹമാണ് അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കിയത്. പുള്ളി പറഞ്ഞു, സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് പരാജയത്തെ വിലയിരുത്തുക, പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വിലയിരുത്തരുത്. ഓക്കെ. ഇപ്പോൾ പല പാർട്ടികളും ചെയ്യുന്നില്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തം എടുത്തിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് തിരുത്താൻ നോക്കുന്നു. ആർ എസ് എസ് അത് ചെയ്യില്ല. ഓക്കെ. ആർ എസ് എസിൻ്റെ സിദ്ധാന്തം, അതായത് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം, ആർ എസ് എസിന് എഴുതി വെച്ച ഒരു സിദ്ധാന്തമൊന്നുമില്ല. പലരും ഈ വിചാരധാര ആർ എസ് എസിൻ്റെ ബൈബിളാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. ഓക്കെ. വിചാരധാര ഗുരുജി പലപ്പോഴായി നടത്തിയ പ്രസംഗങ്ങളിലെ ഒരു എഴുതിയെടുത്ത് പുസ്തകമാക്കിയ ഒരു സാധനം മാത്രമാണ് വിചാരധാര. ഓക്കെ. അല്ലാതെ അത് അടിസ്ഥാനമല്ല. ആർ എസ് എസിൻ്റെ അടിസ്ഥാന ദർശനം എന്താ, അത് ഭാരതത്തിൻ്റെ അടിസ്ഥാന ദർശനം എന്താണോ അതാണ് ആർ എസ് എസിൻ്റെ ദർശനം. അതിനെന്തെല്ലാം പോരായ്മയുണ്ടോ അത് ആവുന്നത്ര മാറ്റിയെടുക്കുക, അതിനെന്തെല്ലാം നന്മകളുണ്ടോ അത് ആവുന്നത്ര വർദ്ധിപ്പിക്കുക, അങ്ങനെ രാഷ്ട്രത്തെ പരമവൈഭവത്തിലെത്തിക്കുക. ഇതാണ് ആർ എസ് എസിൻ്റെ ജോലി. ഓക്കെ. അപ്പോൾ ആർ എസ് എസിന് മാത്രമായിട്ട് ഒരു ഐഡിയോളജി ഇല്ല. പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക് ലിയോ വാസ്തവത്തിൽ തെറ്റാണത്. പ്രത്യയങ്ങളുടെ ശാസ്ത്രമാണ് പ്രത്യയശാസ്ത്രം. പ്രത്യയം എന്ന് വെച്ചാൽ എന്താ, കിണറും കുളവും, ഈ ആണ് പ്രത്യയം. ആ പ്രത്യയങ്ങളുടെ ഭാഷയിലെ പ്രത്യയങ്ങൾക്കൊരു ശാസ്ത്രമുണ്ടെങ്കിൽ അതിനെ വേണം പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കാൻ. പക്ഷേ എപ്പോഴോ ഒരിക്കൽ ഐഡിയോളജി എന്നുള്ള വാക്കിന് പ്രത്യയശാസ്ത്രം എന്ന് തർജ്ജമ വന്നു. വർഷങ്ങളായി. ഇപ്പം ഞാനോ ലിയോ അത് തിരുത്താൻ പോയാൽ പറ്റുമോ? പറ്റില്ല. പക്ഷേ അതങ്ങനെയാണ്. അപ്പോൾ ആർ എസ് എസിന് പക്ഷേ ഈ ഐഡിയോളജി പോലും ഇല്ല. ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫിലോസഫിയിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നുള്ളിപ്പെറുക്കി എടുത്തിട്ട് വേലി കെട്ടി പണിത് അതിനുള്ളിൽ നിൽക്കുന്നു, അതാണ് ഐഡിയോളജി. ഓക്കെ. ഫിലോസഫി അങ്ങനെയല്ല, അത് സർവാശ്ലേഷിയാണ്. ഓക്കെ. ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം, അടിസ്ഥാനമായ ആധ്യാത്മികതയിൽ ഉറച്ച തത്വശാസ്ത്രം, അതിന് അതിരുകളില്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതിലൊരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തിരുത്തിയിട്ടുണ്ട്, ഇനിയും പലതും തിരുത്താനുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, അത് വീണ്ടെടുക്കാനുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്താണ് ആർ എസ് എസിൻ്റെ ജോലി. അല്ലാതെ തത്വശാസ്ത്രത്തിൻ്റെ ഐഡിയോളജിയുടെ വേലിക്കെട്ടിനുള്ളിൽ, പ്രത്യയശാസ്ത്ര വേലിക്കെട്ടിനുള്ളിൽ തളച്ചിടുന്ന ഒരു സമ്പ്രദായമല്ല. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തുറന്ന് ചർച്ച ചെയ്ത് തിരുത്താനുള്ള, പിന്നെ കാലത്തിനൊപ്പം മാറാനുള്ള ഒരു സ്വഭാവം. രണ്ട് തരം ആൾക്കാരേ ഉള്ളൂ ഭാരതത്തിൽ. ഒന്ന് ആർ എസ് എസ്സുകാർ, വേറൊന്ന് ആർ എസ് എസിൽ വരാനുള്ളവർ. ഈ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് വന്നവർ, മറ്റേത് വരാനിരിക്കുന്നവർ. ഭാരതത്തിലെ സ്റ്റാർ മുഖ്യമന്ത്രിമാരുടെ പേരെടുത്ത് നോക്കിയോ, അവരാരും ആർ എസ് എസ്സുകാരല്ല. കിഴക്ക് ആസാം ഹിമന്ത ബിശ്വ ആർ എസ് എസ്സുകാരാണ്? അല്ല. ബട്ട് സ്റ്റാർ മുഖ്യമന്ത്രിയല്ലേ ബി ജെ പിയുടെ, ഷൈനിങ് സ്റ്റാറാണ്. അതെ. സുവേന്ദു അധികാരി അതെ. ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, ബട്ട് സ്റ്റാറാണ്. ഇപ്പുറത്ത് ബീഹാർ സമ്രാട് ചൗധരി ആർ എസ് എസ്സുകാരനല്ല, ബട്ട് സ്റ്റാർ മുഖ്യമന്ത്രിയായി. തൊട്ടിപ്പുറത്ത് യോഗി ആദിത്യനാഥ് സ്റ്റാർ മുഖ്യമന്ത്രിയാണ്, ആർ എസ് എസ്സുകാരനല്ല. കോളേജിൽ പഠിക്കുമ്പോൾ ABVP-യുമായിട്ട് ചില്ലറ ബന്ധമുണ്ടായിരുന്നു. പിന്നെ രാമജന്മഭൂമി സമരം വന്നപ്പോഴാണ് അദ്ദേഹം BJP-യുമായിട്ട് വരികയും നേരെ BJP-യിലേക്ക് കയറുകയും. അല്ല, ആർ എസ് എസിൻ്റെ ഇതിലല്ല. അല്ല. അപ്പോഴോ
അപ്പോൾ RSS ആണ് എതിർക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെയോ ഇവരാണിപ്പോൾ എന്നാൽ ചെറുപ്പം മുതൽ RSS ഫാമിലി എന്നുള്ളവരാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഓക്കെ. ബട്ട് സ്റ്റാർ മുഖ്യമന്ത്രിയാണ്, പക്ഷേ സ്റ്റാർ സ്റ്റാറല്ല. മധ്യപ്രദേശിലെ മോഹൻ യാദവ് കടുത്ത RSSകാരനാണ്, സ്റ്റാർ മുഖ്യമന്ത്രിയല്ല. ഒറീസയിലെ മോഹൻ മാഞ്ചി ചെറുപ്പം മുതൽ RSSകാരനാണ്, സ്റ്റാർ മുഖ്യമന്ത്രിയല്ല. എനിക്കൊന്ന് 10-17 പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ RSS ഇതിൽ വളർന്നു. പക്ഷേ സ്റ്റാറുകളെല്ലാം സ്റ്റാറുകൾ വേണമെങ്കിൽ സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാലും പണ്ട് മുതലേ സ്വയം സേവകനാണെന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ്. ഓക്കെ. അയ്യോ, അങ്ങേരുടെ പേരെന്താ? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ്. ദേവേന്ദ്ര ഫഡ്നാവിസ്. അദ്ദേഹമാണ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർ എന്നും പറയാം, ചെറുപ്പം മുതൽ RSS ഫാമിലിയാണെന്നും പറയാം. ബാക്കിയൊക്കെ നോൺ RSSകാരാണ് ഷൈൻ ചെയ്യുന്നത്. അവർ ദേശീയവാദികളല്ലേ, അവർ ഹിന്ദുത്വക്കാരല്ലേ? ആണ്. ഒരുപക്ഷെ ട്രഡീഷണൽ RSSകാരേക്കാൾ വീര്യം കൂടിയ ഹിന്ദുത്വവാദികളാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മയും യോഗി ആദിത്യനാഥും സുവേന്ദു അധികാരിയൊക്കെ. RSSൻ്റെ മൈൻഡ് സെറ്റിൽ, RSSൻ്റെ ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ RSS എന്ന സംഘടനയുമായിട്ട് ബന്ധമുള്ളവരായിക്കൊള്ളുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ അതിങ്ങനെ ഈ സർവ്വശ്ലേഷിയായ ഒരു പ്രവർത്തനമാണ് RSSൻ്റെ. അതിൻ്റെ സ്വാധീനത്തിൽ നിങ്ങൾ അറിയാതെ പെട്ടുപോകുന്ന ഒരു കുറ്റമല്ല. കാരണം ഭാരതത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് ഉണർന്നു കഴിയുമ്പോൾ ചിലർ ആ ഒഴുക്കിനൊപ്പം അങ്ങ് പോകും, ചിലർ കരയ്ക്കായിരിക്കും നിൽക്കുന്നത്, പക്ഷേ അവർ കുളിര് കോരി നിൽക്കുകയായിരിക്കും.